കിഫ്ബി മസാല ബോണ്ട് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യും. മസാല ബോണ്ട് വിപണിയിൽ ഇറക്കുന്ന ചടങ്ങിന് മുഖ്യമന്ത്രിക്ക് ക്ഷണമുണ്ട്. വിവരങ്ങളുമായി ടി.ജി. സജിത് ചേരുകയാണ്. സജിത്, ഈ മസാല ബോണ്ടിന്റെ കാര്യത്തിൽ പ്രതിപക്ഷം നിലപാട് കടുപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതിനിടയിലാണ് ഈ കിഫ്ബി മസാല ബോണ്ട് വിപണിയിൽ ഇറക്കുന്ന ചടങ്ങിന് മുഖ്യമന്ത്രിക്ക് ക്ഷണം ലഭിച്ചിരിക്കുന്നത്. എന്നാണ് ഈ ചടങ്ങിന്റെ തീയതി? മറ്റു വിവരങ്ങൾ? അമീന, വിവാദങ്ങൾക്കിടയിലും കിഫ്ബിക്ക് വലിയൊരു നേട്ടമാവുന്ന വിവരമാണിത്. അതായത് കിഫ്ബി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും സിംഗപ്പൂർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ലിസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. സംസ്ഥാനത്തിന് കടപ്പത്രത്തിൽ താല്പര്യം അറിയിച്ചുകൊണ്ട് നിക്ഷേപങ്ങളും വന്നു തുടങ്ങി. ഇതിന്റെ ഔദ്യോഗികമായി ഇത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പുറത്തിറക്കുന്ന ചടങ്ങാണ് ഇനിയുള്ളത്. അടുത്ത മാസം 17-നാണ് ഈ ചടങ്ങ് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിശ്ചയിച്ചിരിക്കുന്നത്. സംസ്ഥാന മുഖ്യമന്ത്രിക്കും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് ക്ഷണമുണ്ടായിട്ടുണ്ട്. ഇതിന്റെ പ്രാധാന്യമുള്ള ഒരു കാര്യം, ആദ്യമായിട്ടാണ് ഇന്ത്യയിലെ ഒരു സംസ്ഥാന മുഖ്യമന്ത്രിക്ക് ഇത്തരത്തിൽ പങ്കെടുക്കാൻ ഒരു ക്ഷണം കിട്ടുന്നത്. സംസ്ഥാനത്തിന്റെ വികസന മാർഗങ്ങൾക്ക് അല്ലെങ്കിൽ നിക്ഷേപ സാധ്യതകൾക്ക് വലിയ രീതിയിൽ നേട്ടമുണ്ടാകുന്ന ഒരു നീക്കമായിട്ടാണ് ഇതിനെ കാണുന്നത്. മുഖ്യമന്ത്രി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ ഉറപ്പായിട്ടില്ല. കേന്ദ്ര സർക്കാരിന്റെ അനുമതി വേണം. കേന്ദ്ര സർക്കാരിന്റെ അനുമതിക്കായി സംസ്ഥാനം ശ്രമങ്ങൾ ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ശരി, ടി.ജി. സജിത്താണ് വിവരങ്ങൾ നൽകിയത്. മസാല ബോണ്ടിലൂടെ എസ്.എൻ.സി. ലാവ്ലിൻ വീണ്ടും ചർച്ചയാക്കാൻ പ്രതിപക്ഷം. സംസ്ഥാന സർക്കാർ കരിമ്പട്ടികയിൽപ്പെടുത്തിയ കമ്പനി മസാല ബോണ്ടിൽ എങ്ങനെ നിക്ഷേപം നടത്തുമെന്നാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ചോദ്യം. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലടക്കം പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അതേ നാണയത്തിൽ നേരിടാനാണ് LDFന്റെ നീക്കം. പിണറായി വിജയനും LDFനുമെതിരെ പ്രതിപക്ഷം ഏറെക്കാലം പയറ്റിയ ലാവ്ലിൻ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ്. മസാല ബോണ്ടുകളിലൂടെയാണ് ലാവ്ലിൻ വീണ്ടും തലപൊക്കുന്നത്. കിഫ്ബിയുടെ മസാല ബോണ്ടിൽ നിക്ഷേപം നടത്തിയ CDPQ കമ്പനിക്ക് എസ്.എൻ.സി. ലാവ്ലിൻ കമ്പനിയിലുള്ള ഓഹരി പങ്കാളിത്തമാണ് ഇപ്പോഴത്തെ ചർച്ച. സർക്കാർ കരിമ്പട്ടികയിൽപ്പെടുത്തിയ ലാവ്ലിനുമായി ബന്ധമുള്ള സ്ഥാപനത്തിന് മസാല ബോണ്ടിൽ എങ്ങനെ നിക്ഷേപം നടത്താനാവുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം. മസാല ബോണ്ടിന്റെ മുഴുവൻ വിവരങ്ങളും പുറത്തുവിടണമെന്ന് പ്രതിപക്ഷം. കേരളത്തിൽ മസാല ബോണ്ട് വാങ്ങിക്കാനുള്ള തീരുമാനം കേരള ഗവൺമെന്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു വലിയ ദുരൂഹത നിറഞ്ഞിട്ടുള്ള ഒരു ഇടപാടാണ്. നിയമസഭയിൽ ഇന്ന് ധനകാര്യമന്ത്രി എന്നെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞു, അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു, ഞാനിതിനെ ആകാശകുസുമം, ഞാൻ ആകാശകുസുമം തന്നെയാണ് പറഞ്ഞത്. 6000 രൂപ കയ്യിൽ വെച്ചുകൊണ്ട് 50,000 കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിക്കുന്നത് ആകാശകുസുമം അല്ലെങ്കിൽ പിന്നെ എന്താണ്? പൊതുസമൂഹത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമായതിനാൽ പിണറായി വിജയനും സർക്കാരിനും പ്രതിരോധിക്കാതെ നിവൃത്തിയില്ല. ബോണ്ടുകൾ വാങ്ങിയതിനെ എസ്.എൻ.സി. ലാവ്ലിനുമായി ബന്ധപ്പെടുത്തേണ്ടെന്നാണ് സർക്കാർ പക്ഷം. പ്രഖ്യാപിച്ചതിലും കൂടുതൽ പദ്ധതികൾ 5 വർഷം കൊണ്ട് കിഫ്ബി യാഥാർത്ഥ്യമാക്കുമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. കിഫ്ബിയിലൂടെ പശ്ചാത്തല സൗകര്യ വികസനത്തിനായി ചെലവഴിക്കുമെന്നാണ്. 3 വർഷം തികഞ്ഞില്ല, ഇനി 2 വർഷത്തിലധികം ബാക്കി നിൽക്കുന്നു. ഇപ്പോ 42,000 രൂപയുടെ പദ്ധതികൾക്ക് അംഗീകാരം നൽകി കഴിഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ ഭരണപക്ഷത്തിനെതിരെ ഉന്നയിക്കാൻ പുതിയൊരു ആരോപണം കിട്ടിയ ആവേശത്തിലാണ് പ്രതിപക്ഷം. കിഫ്ബിയുടെ വികസന നേട്ടങ്ങൾ മറച്ചുപിടിക്കാനുള്ള പ്രതിപക്ഷ ശ്രമത്തിന്റെ ഭാഗമാണ് പുതിയ ആരോപണമെന്ന് ചൂണ്ടിക്കാട്ടിയാവും സർക്കാരിന്റെ പ്രതിരോധം. ന്യൂസ് 18 തിരുവനന്തപുരം.